പേരെ അയാൾ കൊന്നു. ഹലോ. സാർ പറഞ്ഞ പോലെ ആ പെൺകുട്ടി വർക്ക് ചെയ്ത കഫേയിൽ ഞാൻ വന്ന് അന്വേഷിച്ചിരുന്നു. കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അമലും അഞ്ജലിയും അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ കോമൺ ആയിട്ടൊരു ശത്രു ഉണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ആരാണ് എന്നൊരു പിടുത്തവും ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ആ പെൺകുട്ടിയുടെ മരണം പെൺകുട്ടിയുടെ കാര്യം അതിപ്പോ ഒന്നും പറയാറായിട്ടില്ല. അവൾ ഈ മരിച്ച 3 പേരെ എപ്പോഴും കാണുന്നുണ്ടെന്നാ പറയുന്നത്. ഡോക്ടർ, അവളിപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാറ്റവും കാണുന്നില്ല. എനിക്കാണെങ്കിൽ ഓർത്തിട്ടൊരു സമാധാനവും ഇല്ല. ശരി ഡോക്ടർ, ഞാൻ അങ്ങോട്ട് വരാം. ഇതൊരു ക്യാമറ കടയാണല്ലോ. അങ്ങോട്ട് നോക്ക്. ഞാനാണെങ്കിൽ ഇൻഹേലറും എടുത്തിട്ടില്ലല്ലോ. ഇന്നത്തെ തലവേദന മാറ്റാൻ മതി. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ഇമാർ എന്നെയും കൂടെ പറിച്ച് വിൽക്കുന്ന ടീം. കണ്ടല്ലോ, അവൻ തന്നെയല്ലേ ഇത്? പിന്നെ ഞാൻ ഈ പരിസരത്ത് കാണരുതെന്ന് പറഞ്ഞ് ഓടിച്ചതാ. ഇൻഹേലർ ഇല്ലെങ്കിൽ വേണ്ട, വല്ല പെന് ഫുള്ള് ആയത്. എന്താ ഉതളങ്ങാത്തൊരു തപ്പച്ചി കാത്തോണേ. സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എന്തായിരുന്നു? എൻ്റെ ചേട്ടൻ അവിടെ ശ്വാസം മുട്ടലായിട്ട് കിടത്തിൻ്റെക്ക് കിടക്കുക. എന്നെ പുള്ളി ശ്വാസം മുട്ടലാണ്, ഇൻഹേലർ ഇല്ല. അപ്പോൾ വാങ്ങിക്കാൻ വലിയ പൈസയും ഇല്ല. അപ്പോൾ എനിക്ക് ആ മരുന്നൊന്ന് വാങ്ങിച്ചു തരുമോ? എവിടുന്നാ വരുന്നത്? ഞാൻ പാക്കെന്ന് പറഞ്ഞ സ്ഥലത്ത്. പാക്കിലെവിടെ? അവിടെ താപ്പോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ടിടങ്ങി. ഓക്കെ. എന്താ ജോലി? എന്താ? എനിക്ക് താമരയുടെ പരിപാടി. താമരയുടെ പരിപാടി. ഓക്കെ. ചേട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ? അല്ല, കിടത്തിൻ്റെക്കാണ്. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മരുന്നൊന്ന് വാങ്ങിച്ചു തരാമോ? മരുന്ന് മേടിക്കുക ഇവിടെ മെഡിക്കൽ സ്റ്റോറില്ലല്ലോ. ഞാൻ വാങ്ങിച്ചോളാം. എത്ര രൂപയോ? 460. 460 രൂപ ഉള്ളതാണോ? ഉള്ളതാ. അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. മരുന്നേ മേടിക്കാവുള്ളൂ. വളരെ പോരാ സാറേ, താങ്ക്സ്. ഓക്കെ ഓക്കെ. അമലെ മതി, ഞാൻ കൊടുക്കാം. പിന്നെ നിങ്ങൾ ശരിക്കും നോക്കിയ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ശരിക്കും ഓർമ്മയുണ്ടോ നിനക്ക്? എന്നോട് ഞാൻ അന്ന് ഞാൻ പറഞ്ഞു വിട്ടതാണോ ഇപ്പോഴേക്ക് നിൽക്കുന്നത്? ആണോ ആണോ? എന്താ വിചാരിച്ചേ? എന്താ വിചാരിച്ചേ ഞങ്ങൾ പൊട്ടന്മാരാണോ? ആണോ? ഇനി ഇവിടെ എങ്ങാനും കണ്ടോ? മനസ്സിലായല്ലോ? പോയി വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്കും. അവനെ അങ്ങനെ വിടണ്ട അമലേ.
ആരെയും പറ്റിക്കാൻ ഇറങ്ങിയ അറിയാമല്ലോ, കാറ്റും ഇല്ല. മര്യാദയ്ക്ക് നടന്നണം. നിനക്കുള്ള പണി വരുന്നുണ്ട് മോനെ, നീ നോക്കിയിരുന്നു. നീ വിരലേൽ എന്നിരുന്നു, എത്തിയിരിക്കും ഉറപ്പാ. ഹലോ, അതെ, ഇവിടെ ആരുണ്ട്? ഞാൻ വിളിക്കാം.